ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ നമുക്ക് ഒരു മുട്ട ബോണ്ട, അതായത് ഉരുളക്കിഴങ്ങ് മുട്ട ബോണ്ട റെഡിയാക്കണം എങ്ങനെ നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണിത്. ഞാൻ അതിന് 250 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് കോൺഫ്ലവർ മാവ് എടുത്തിട്ടുണ്ട്, ഇത്തിരി മസാല എടുത്തിട്ടുണ്ട്, കരം മസാല, അത് കഴിഞ്ഞ് ഇത്തിരി പെരുംജീരകം. ഈ പെരുംജീരകം അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിലേക്കും കടിപെടുമ്പോൾ, അതുകൊണ്ട് പെരുംജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, കായപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇത്രയിട്ട് നമുക്ക് കളർ പൊടി ചേർക്കാതെ നമുക്കൊന്ന് മാവിനെ കലക്കിയെടുക്കാം. ഞാൻ ഈ സ്റ്റേജിൽ മാവ് കലക്കിയെടുത്തിട്ടുണ്ട്. കണ്ട, നമ്മൾ ബജ്ജിക്ക് ഉള്ള പരുവമാണ്, സെയിം ബജ്ജിക്കുള്ള പരുവത്തിന് മാവ് കലക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ബോണ്ടയ്ക്കുള്ള അകത്തുള്ള വയ്ക്കാനുള്ള സാധന മസാലകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ഉരുളക്കിഴങ്ങെടുത്ത് മസിച്ചെടുത്തിട്ടുണ്ട്, സവാള വെട്ടി വെച്ചിട്ടുണ്ട്, അതിന് ഇത്തിരി പെട്ട ഐറ്റം എടുത്തിട്ടുണ്ട്, ഒരു 5 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, മുളക് എടുത്തിട്ടുണ്ട്, ഇത്തിരി ഗരം മസാല എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ മാവിൽ മസാല ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ മസാല കുറച്ചാണ് ഇതിനെടുത്തത്. അതിന് മഞ്ഞൾപ്പൊടി ഇത്തിരി എടുത്തിട്ടുണ്ട്, ഒരു 4 മുട്ട എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ഉള്ളി ഒന്ന് നല്ലവണ്ണം വശക്കിയെടുക്കാം. ഉള്ളി വതങ്ങി അതിന് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇതൊന്ന് പുരട്ടി കൊടുക്കാം. ഇതിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇത് എല്ലാം നല്ലവണ്ണം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇന്ന് ആറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വാൾ പിടിച്ചെടുക്കാം. വാൾ പിടിച്ചിട്ട് കുറച്ച് വലുതായിട്ട് നമുക്ക് വാൾ പിടിച്ചെടുക്കാം. വാൾ പിടിച്ചിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് മുട്ടയെടുത്ത് വെച്ച് നമുക്ക് ഒന്ന് നല്ലവണ്ണം ഇതാക്കിയെടുക്കാം. വാൾ വന്നിട്ട് വലുതാണ്, മസാല ഞാൻ ഉരുട്ടിയെടുത്തത് കുറച്ച് വലുതാണ്. നിങ്ങൾക്ക് ചെറുതാ വേണമെങ്കിൽ മുട്ടയെ 4 കട്ട് ചെയ്യണം, അപ്പോഴേ നിങ്ങൾക്ക് ചെറിയ സ്റ്റേജിൽ കിട്ടും. ഇത് വന്ന് മാവ് കറക്റ്റ് പരുവത്തിന് മാവും പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് മുക്കിയിടാം. നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ഞാൻ മുക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ബോണ്ട എല്ലാം ഞാൻ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മുട്ട ബോണ്ട ചൂട് തേയിലയും ഒഴിച്ച് ഈ മുട്ട ബോണ്ടയും ഒരു ചെറിയ എരിവൊക്കെ ഇരിക്കും. അത് കഴിക്കുമ്പം സൂപ്പറായിരിക്കും. സൂപ്പർ. എല്ലാം ഒന്ന് മസാല അകത്ത് മുട്ടയും മസാലയും. നമുക്കിത് മക്കളെ പറ്റിക്കാൻ നല്ലൊരു വായ്പാണ്. കാരണം മുട്ട പപ്സ് എല്ലാവർക്കും ഇഷ്ടം. അത് ചോദിക്കും, നമ്മൾ പരവരായി ഇതൊന്ന് റെഡിയാക്കി കൊടുത്താൽ ഇത് നല്ലൊരു ഹെൽത്തിയായ ഒരു സംഭവമാണ്. നിങ്ങളിതേപോലെ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.